എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു സ്പെഷ്യൽ ചമ്മന്തി അരച്ചതാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പാമ്പുളിയും എടുത്തിട്ടുണ്ട്, ഒരു 4-5 പിന്നെ പച്ചമുളക്, മല്ലിയില, സബോള, ഇത്രയും ഐറ്റംസ് എടുത്ത് കറിവേപ്പിൻ്റെ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചീഞ്ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് അത് മൂപ്പിച്ച് അതിൽ ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൽ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇടണം കേട്ടോ. നല്ലോണം ഒന്നും മൂക്കണ്ട. അപ്പോഴേക്കും നമുക്ക് മല്ലിപ്പൊടി മുളകും പൊടി ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അതിനെ എന്നിട്ട് ഒന്നിങ്ങനെ അയന് മണം മാറിയതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിനെ ഓഫ് ചെയ്ത് നമുക്ക് ആറാൻ വെച്ച് പിന്നെ മിക്സിയുടെ ജാറിൽ ഇട്ട് നമുക്ക് അരയ്ക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അത് വാടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാം. അരച്ച് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഇത് മാത്രം മതി നമുക്ക് ഊണ് വയ്ക്കാൻ, വേറെ ഒന്നും വേണ്ട. എന്താ കാരണം വെച്ചാൽ ഇതിലെല്ലാം ഉണ്ടല്ലോ, എരിവും ഒക്കെ പുളിയും ഒക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു ടേസ്റ്റുമായിരുന്നു. മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും എല്ലാം മല്ലിയിലൊക്കെ ഇട്ട കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പേരി അങ്ങനെ വല്ലതുണ്ടെങ്കിൽ കൂടെ നമുക്ക് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ നമുക്ക് ചോറ് നന്നായി ഊണ് കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഒന്ന് വെറുതെ കാണിക്കാനായിട്ട്, നിങ്ങൾക്കൊന്നും ഇങ്ങനെ കാണിക്കാനായിട്ട് ഞാനൊന്ന് അരച്ചതാണ്. കറികളും അവിയൽ പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇത് ആയപ്പോൾ ഞാൻ വേഗം എന്താ ചെയ്തെന്ന് വെച്ചാൽ ചോറ് വിളമ്പിയിട്ടാണ് ഊണ് കഴിക്കാനായിട്ട് ചോറ് വിളമ്പി. അതിലേക്ക് ഇതാ ഇവിടെ വീട്ടിലുണ്ടായ വഴുതനങ്ങ തന്നെയാണ് കേട്ടോ. ഉപ്പേരി വെച്ചു. അതിലും കുറച്ച് ഞാൻ മല്ലിയില ഇട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മല്ലിയിലും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പേരി ഇതാ വിളമ്പി. ഇനി ഇതാ കുറച്ച് ചമ്മന്തി ഇതാ വിളമ്പണം കേട്ടോ. അടിപൊളി. നിങ്ങളിത് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയണതല്ല, ഞാൻ കൂട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അവിയൽ കൂട്ടാൻ. അതിലെങ്ങനെ വെച്ചാൽ കൊപ്പക്കായ, പിന്നെ താളിൻ്റെ തണ്ട്, കായ, ഇരുമ്പാമ്പുളി, പുളിക്ക് തന്നെ ഇരുമ്പാമ്പുളി ചേർത്തു. പിന്നെ നാളികേരം, ജീരകം, അതിന് ഉള്ളി കൂടിയിട്ട് പച്ചമുളക് കൂടിയിട്ട് അരച്ച് അതിൽ ചേർത്തതാണ് കേട്ടോ. പിന്നെ ഇത് സാമ്പാറുണ്ട്. പിന്നെ ഇത് പപ്പടം, പിന്നെ ആ കുഴലിൽ മരത്ത സാധനം ഞാൻ അന്ന് വറുത്ത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട്. ഉച്ചക്കലത്തെ ഊണ് ഇത്രയൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക, കമൻ്റ് എഴുതുക. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല, എനിക്കറിയാം. ഓക്കേ, താങ്ക് യു.